ഇത്രയും പറയുന്ന ആൾ എന്തിനാ ഈ തടി കുറിച്ച് പറഞ്ഞല്ലാണ് തടിയെ കുറിച്ച് ദിവസവും പറയും, പക്ഷെ ഞാൻ കേൾക്കത്തില്ല. എന്നുവെച്ചാൽ ചിലത് നമ്മുടെ എനിക്ക് നോ ഐ ലൈക്ക് ഹർ ഫാറ്റ് ലൈക്ക് പ്രഭു നോ പ്രഭു ആക്ടർ ഉണ്ടല്ലോ ഇഫ് ഹി ബിക്കംസ് ലീൻ ദ ചാം ഇസ് ഗോൺ സോ എനിക്ക് ഇപ്പടി ഈ ഗുണ്ട് കാണാൻ ഇഷ്ടം സോ but I properly take care of her health. I'll see to that is her sugar levels and many things, thyroid, diabetes and all that, it's right parameters. അതൊക്കെ ചേട്ടനാണ് അപ്പോ ഹാൻഡിൽ ചെയ്യുന്നത് and everything എല്ലാം കറക്റ്റ് പാരാമീറ്ററിൽ നോക്കി എല്ലാ right parameters ൽ ഇരിക്കാൻ വേണ്ടി I only take care because I see to that every 3 months she goes for all the tests, check-up and everything. The variations I see and even the diet really blessed ചേച്ചി. എല്ലാവർക്കും ഇങ്ങനെ ഒരാളെ തന്നെ കിട്ടും. No, even I do that with my friends and brothers എല്ലാരടുത്തും. More than a husband is my best friend. Seriously. Yeah. So, really. ചേട്ടാ. No, actually if you see friends can't be with you for 24 hours. And they'll have their own family എല്ലാം ഉണ്ടാവും എല്ലാം. Actually when it comes to a best friend എന്ന് പറയുമ്പോൾ your life partner has to be a best friend. Exactly. പക്ഷേ and they are the only person who will do any, they'll go to any extent. Only two people according to me, one is mother and one is wife. അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വരാൻ ഭയങ്കര കഷ്ടമാണ്. We struggled a lot to understand each other in a right way. So we have had many misunderstandings and our maturity level illada kondu we have fought like mad. Veliya alkar kanda nammada fight they'll think that tomorrow divorce, so next day we won't, I mean we'll be hugging and crying and we'll say I'm sorry and it took a lot of time. It took more than 15 to 17 years for us to understand each other. Now we fight but it's a very not hurting anybody angana. So that is actually blessed. ആ ഒരു റിയലൈസേഷൻ തന്നെയാണ് ചേട്ടാ ഏറ്റവും വലുത്. കാരണം it is very difficult actually കാരണം എല്ലാ റിലേഷൻഷിപ്പിലും ഇതിങ്ങനെ ഉണ്ടാവും. നമ്മുടെ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ ഒരു ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് എക്സ്പെക്ടേഷനിലാണ് എല്ലാവരും ഒരു ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുക. ആൻഡ് എങ്ങനത്തെ പല ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വേരിയേഷൻസ് വരാം, ചിലർക്ക് ആ ഒരു പേഷ്യൻസ് ലെവലിൽ ഒരു ഇഷ്യൂസ് വരാം. അപ്പം അവിടെ തന്നെ അതൊക്കെ കോൺഫ്ലിക്ട്സ് ഒരുപാട് വരും, മാറിപ്പോവാം. പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് especially in our industry exactly അവൾ ഷൂട്ടിംഗ് പോകുമ്പോൾ I mean you go for shooting, I will not even call her. I don't want to know what she's doing അങ്ങനെ. Even when I go for shooting it is the same thing. അതൊക്കെ ഇപ്പോഴാ. മുമ്പ് ഒരുപാട് അങ്ങനെ ഫോൺ ചെയ്ത് the maturity level was so low and അതിന് we came out. We knew that we were doing a mistake. This is not the way to live a happy life. പറഞ്ഞിട്ട് all that side and മാറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിനെ ചേച്ചി അല്ല ചേച്ചി നിറയെ സംസാരിക്കുന്നുണ്ട്. ചേച്ചി ശരിക്കും ചേട്ടൻ എന്ന് പറഞ്ഞത് ഇത്രയും ഇതാണെന്നൊക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ചേട്ടൻ്റെ പറഞ്ഞാൽ ഫസ്റ്റ് വൺ ചേച്ചിക്ക് എന്തായിരിക്കും തോന്നുന്നത് പറയാം? എന്നെ കെയർ ചെയ്യുന്നത്. ലൈക്ക് എന്നെ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ വളരെ ഫുഡിലൊക്കെ ഞാൻ വളരെ ഇങ്ങനെ ഒരു കെയർ എടുക്കാത്ത, ഞാൻ ഒന്നിലും വലിയതായിട്ട് കെയർ എടുക്കത്തില്ല. പക്ഷേ ആനന്ദ് വന്ന് എപ്പോഴും എന്നോട് ചോദിക്കും കഴിച്ചോ, മനസ്സിലാക്കി എന്താ വേണ്ടേ, എനിക്ക് ഫൈബർ, ആ ഒരു കെയർ. അത് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയത്, എനിക്ക് ദാഹമെന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളിയുടെ വിഷമത്തെ ഓർക്കാതെ പുള്ളിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പുള്ളി ഇമ്മീഡിയറ്റ് പുള്ളി പോയി എനിക്ക് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെള്ളവും തന്ന്. every day massager feet for half an hour. അയ്യോ അതില്ലാതെ ദാഹം എടുത്താൽ തണ്ണി വിശക്കുമ്പോ ഫുഡ്. ചേച്ചി ബാക്കി ചേട്ടൊക്കെ പറഞ്ഞു ചേട്ടൻ ഞാൻ അവളുടെ കാല് മസാജ് ചെയ്ത കാര്യം കുറെ നിന്ന് because she is heavy so she has to stand for a long time shooting ഒക്കെ പോകുമ്പോൾ, especially doing serials and all that. ഒരു ദിവസത്തിന് 6 to 7 scenes ഉണ്ടാവും. I know the hardship what she goes through and I in fact tell her വേണ്ട സീരിയൽ ചെയ്യരുത് പറയും. നമുക്കൊരു ഞാൻ സീരിയൽ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 9 to 6 I work. So you work like that ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടാണോ? No serial I do. Serial I have a time frame. അങ്ങനെ വെക്കാൻ പറ്റുമോ? Yes ആണോ? Many heroines they come at 9 o'clock 6 o'clock they go. If there is night scene means we go late 2 o'clock. So ഞാൻ അങ്ങനെയാ. So I have my time keep. മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ തെലുങ്ക് സീരിയലൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ I go at 9 o'clock
with the makeup. Okay. 6 o'clock they have to leave me. Otherwise, evening 8 വരെ പോകണമെങ്കിൽ 11 o'clock, 12 o'clock I go. അങ്ങനെ. So I have a time frame for, so she doesn't. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ രാവിലെ 7, ഞാൻ എന്നിട്ട് 8 മണിക്കാണ് പോകുന്നത്. എൻ്റെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 7:30ക്ക് തീരും. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നത്. So without that massage it is very difficult for her. Because she has to stand for a long time and the food has to be properly. proper care. It's like a baby. യോ ഇന്നിപ്പോ നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും ആരും വിചാരിച്ചിട്ടില്ല ചേച്ചി, ടു ബി ഫ്രാങ്ക് ചേട്ടാ. No, it is not ഒരു ഇതാണ് of purpose illa. It is necessity ആ for ഒരു ക്വാളിറ്റി ആനന്ദ് മോനെയും പഠിപ്പിക്കുന്നുണ്ട്. മീൻസ് ലൈക്ക് അവൻ വന്നാൽ തന്നെ അമ്മ വെള്ളം, അമ്മയ്ക്ക് എന്താ ഓക്കെ ആണോ, അമ്മ കഴിച്ചോ. It is nothing but being nice to people. That's all. എക്സാക്ട്ലി അതല്ലേ വേണ്ടത്. അത് എൻ്റെ അടുത്തെന്നല്ല, ആനന്ദ് എല്ലാവരുടെ അടുത്തും അത് ചെയ്യും. അങ്ങനെ തന്നെയാണോ? അതായത് ആഹാരം, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, ആഹാരം കൊടുക്കുന്നത് എല്ലാവരെയും ഫീഡ് ചെയ്യും. അത് വീട്ടിൽ വരുന്നവരെയും ചെയ്യും, വീട്ടിലുള്ള വർക്ക് ചെയ്യുന്ന പിള്ളേരെയും ചെയ്യും. അത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാല് പ്രസ് ചെയ്ത് കൊടുക്കും. ആ പുള്ളി മരിച്ചു ഈ വർഷം. എൻ്റെ അമ്മച്ചിയുടെ കാലെല്ലാം പ്രസ്, അമ്മച്ചി സുഖമാണ്, അമ്മച്ചിക്ക് എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല, പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടും. സോ ആനന്ദിൻ്റെ ആ ഒരു കെയർ ആണ് ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു. My father was also. See, അതെങ്ങനെന്ന് പറയുമ്പോ അച്ഛൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും, ആഹാരം കൊണ്ട് കൊടുക്കും. See, നമുക്ക് ഇപ്പോ എല്ലാ ആമ്പിള്ളാരും ചെയ്യും കേട്ടോ. When I go to sleep, ഞാൻ ആലോചിക്കും, if somebody, if my wife is pressing my leg for half an hour, എത്ര ഒരു സുഖമായിട്ടിരിക്കും. ഇല്ല കേക്ക്. So I used to think how nice it will be. Otherwise, if I have a servant or somebody at home when sleeping, I love ആ മസാജ് കൊടുക്കുന്നത്. സോ എന്തോ ഒരു സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ അപ്പോൾ ഇത് എന്തിനാ ഞാൻ 200 ആൾക്ക് കൊടുത്തിട്ട് ദാറ്റ് കംഫർട്ട് സോണ് വൈ കാൺട്ട് ഐ ഗിവ് ഇറ്റ് ടു സംബഡി എന്ന് പറയുന്ന ആലോചിച്ചിട്ടാണ് ഐ ഗിവ് മസാജ്. പരമ്പരകളിൽ വില്ലത്തി വേഷത്തിൽ പൂർണിമ നിറഞ്ഞപ്പോൾ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആനന്ദ് ഭാരതി എന്ന നടൻ മലയാളികൾക്ക് സുപരിചിതനായത്. മലയാളി അല്ലാതെ ഇരുന്നിട്ടും മലയാളിയായി മാറിയ ആനന്ദ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ പരമ്പര അമ്മ അറിയാതെ പരമ്പരയിലെ വിനയ് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ആനന്ദ് ജീവിത സഖിയാക്കിയത് മലയാളികളുടെ പ്രിയ നടി പൂർണിമയാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ വെച്ച് കണ്ട പരിചയമാണ് പൂർണിമയും ആനന്ദും സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും ഇപ്പോൾ ജീവിതത്തിലേക്കും കടക്കുവാൻ കാരണം. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരമ്പരയാണ് അമ്മ അറിയാതെ. 17 വയസ്സു മുതൽ അഭിനയ രംഗത്ത് നിൽക്കുന്ന ആനന്ദിന്റെ മിക്ക ചിത്രങ്ങളും സൂപ്പർ താരങ്ങൾക്കൊപ്പമായിരുന്നു. എങ്കിലും അവസരങ്ങൾ താരത്തിന് കുറവാണ് ലഭിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആനന്ദ് മാത്രമല്ല, പ്രിയതമ പൂർണിമയും പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിലും തിളങ്ങിയിട്ടുണ്ട്. സീരിയൽ രംഗത്തും സജീവമായിരുന്ന പൂർണിമ ഇപ്പോൾ തികഞ്ഞ കുടുംബിനെയും ആനന്ദ് ആരംഭിച്ച ബിസിനസ് സംരംഭത്തിന്റെ മേൽനോട്ടക്കാരി കൂടിയാണ്. ഒരു തമിഴ് ഷോർട്ട് ഫിലിമിൽ ആനന്ദിന്റെ ഭാര്യയെ വേഷമിട്ടത് പൂർണിമയാണ്. അങ്ങനെയുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത്. ഇരുവർക്കും ഒരു മകനാണ്. ചെന്നൈയിലായിരുന്നു ഇരുവരും താമസം. എങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇരുവരും. കുടുംബത്തിനൊപ്പമാണ് താമസിക്കുന്നത്. സെൻസിറോ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും ഇരുവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഒളിമ്പ്യൻ അന്തോണി ആദം, ചിന്താമണിക്കൊലക്കേസ്, സേതുരാമയ്യർ, CBI, മഞ്ഞുപോലൊരു പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും സുപരിചിതയാണ് മലയാളികൾക്ക് പൂർണിമ. തിരുവല്ല സ്വദേശിയായ പൂർണിമ കടമറ്റത്ത് കത്തനാരിൽ യക്ഷിയുടെ വേഷത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 25 വർഷത്തോളമായി വിജയകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് തെന്നിന്ത്യൻ താരങ്ങളായ പൂർണിമയും ആനന്ദും. പൂർണിമ ഏറെയും സഹനടി റോളുകളിലും സീരിയലുകളിലുമാണ് മലയാളത്തിൽ അഭിനയിച്ചത്. ആനന്ദ് സുന്ദരനായ വില്ലനായി തിളങ്ങുകയും ചെയ്തു. പൂർണിമയും ആനന്ദും ദമ്പതികളാണെന്ന വിവരം ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയില്ല. 3 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ഒന്നും അധികം ക്ഷണിച്ചിരുന്നില്ല ഇവരുടെ വിവാഹത്തിന്. വിവാഹം വളരെ ലളിതമായിരുന്നു. പബ്ലിസിറ്റിയും കൊടുത്തില്ല. അതുകൊണ്ടാകും ഞങ്ങൾ ദമ്പതികളാണെന്ന് പലർക്കും അറിയാത്തത്. ആദ്യമായി ടെലിഫിലിമിലാണ് തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. അതിൽ ഉർവശി ചേച്ചി തന്റെ ആദ്യ ഭാര്യയുടെയും പൂർണിമ 2ാം ഭാര്യയുടെയും റോളാണ് ചെയ്തത്. പൂർണിമ വരും മുൻപ് തന്നെ അവൾ നീ കരുതുന്ന ഒരു ആളല്ലെന്ന സംവിധായകൻ എനിക്കൊരു ചെറിയ വിശദീകരണം തന്നിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ കാണാനും പരിചയപ്പെടാനും ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു.
മനോബാലയായിരുന്നു സംവിധായകൻ. 1997 ഇതെല്ലാം നടന്നത്. പിങ്ക് കളറിൽ ആപ്പിളിനെ പോലെയായിരുന്നു അന്ന് പൂർണിമ. അന്ന് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. പിറ്റേ ദിവസം പൂർണിമയ്ക്ക് ജോണ്ടിസ് പിടിപെട്ടു. ആശുപത്രിയിൽ കൊണ്ടുപോയതും വീട്ടിൽ നിന്നും ഭക്ഷണം അടക്കം എത്തിച്ച് ശുശ്രൂഷിച്ചതും ഞാനാണ്. അതോടെ അവൾ ഫ്ലാറ്റായി. അവിടെ തുടങ്ങി പ്രണയം. 3 വർഷത്തോളം പ്രണയിച്ചു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് ഒരു ദിവസം യാത്ര പോയി. എനിക്കൊപ്പം എൻ്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ആ യാത്രയിലുടനീളം എൻ്റെ മാതാപിതാക്കളെ പൂർണിമ നന്നായി കെയർ ചെയ്തു. അവരെ ഇംപ്രസ് ചെയ്യിക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ട്രെയിൻ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും പൂർണിമ ഇഷ്ടപ്പെട്ടുവെന്നും നിനക്ക് അവളെ വിവാഹം ചെയ്തുകൂടെ എന്നും മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്.